എങ്ങനെ ഒരു 3D മോഡൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. printables.com എന്ന് പറയുന്നത് 3D മോഡൽ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. കളിപ്പാട്ടങ്ങൾ, ഉപകരണങ്ങൾ, ആർട്ട് സാധനങ്ങൾ തുടങ്ങി ഒരുപാട് മോഡലുകൾ നമുക്കിവിടെ കണ്ടുപിടിക്കാം. ബ്രൗസർ തുറക്കുക, printables.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് printables.com എന്ന വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് തുറക്കുന്നത് നിങ്ങൾക്ക് കാണാം. 3D മോഡൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഒരുപാട് മോഡലുകൾ കാണാം. സെർച്ച് ബാർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ തിരയാം. ഞാനിവിടെ ക്യൂട്ട് ടർട്ടിൽ എന്ന മോഡലാണ് സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള പേജ് അവിടെ തുറക്കും. മോഡൽ പ്രിന്റ് ചെയ്തതിൻ്റെ ചിത്രങ്ങൾ, മോഡലിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ അവിടെ ലഭ്യമാണ്. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സാധാരണയായി ഇത് STL അല്ലെങ്കിൽ 3MF ഫയലുകളായിരിക്കും. നമ്മൾ STL ഫോർമാറ്റിൽ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ സേവ് ആകും. ക്രിയാലിറ്റി സ്ലൈസറിൽ നിങ്ങൾക്ക് ഈ മോഡൽ കാണാൻ കഴിയും. ഇനി സ്ലൈസറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ? നിങ്ങൾ ക്രിയാലിറ്റി സ്ലൈസർ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് മോഡൽ പ്രിന്റിന് തയ്യാറാക്കുന്ന ഭാഗമാണ്. നടുവിലൊരു പ്രിന്റ് പ്ലേറ്റ് കാണാം. ഇവിടെ നമ്മൾ എങ്ങനെയാണോ ക്രമീകരിക്കുന്നത് അതുപോലെ ആയിരിക്കും യഥാർത്ഥ പ്രിന്ററിൽ ഇത് പ്രിന്റ് ചെയ്യുക. ഇടതുവശത്തായി പ്രിന്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സെലക്ട് ഓർ റിമൂവ് പ്രിന്ററിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്രിയാലിറ്റി K1C പ്രിന്റർ തിരഞ്ഞെടുക്കുക. കൺഫേം ചെയ്യുക. എങ്ങനെ ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സ്ലൈസറിൽ ഒരു ഫയൽ ചേർക്കാൻ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങളുടെ മോഡൽ ഫയൽ തിരഞ്ഞെടുക്കുക. അത് പ്രിന്റ് പ്ലേറ്റിൽ ദൃശ്യമാകും. ഫയൽ ഓപ്ഷനിൽ നിന്ന് ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താലും അതുവഴി നമുക്ക് ഫയൽ ആഡ് ചെയ്യാൻ കഴിയും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഒന്നിലധികം ഫയലുകൾ ചേർക്കാനും അവയെല്ലാം പ്രിന്റ് പ്ലേറ്റിൽ കാണാനും കഴിയും. പ്രിന്റ് പ്ലേറ്റിലെ 3D മോഡലുകൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാമെന്ന് നോക്കാം. മൗസിലെ സ്ക്രോൾ വീൽ ഉപയോഗിച്ചാൽ സൂം ചെയ്യാം. മോഡൽ അടുത്തായി കാണാനും ദൂരെയാക്കാനും കഴിയും. മൗസിലെ വലത് ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മോഡലിനെ ചുറ്റും കറക്കി അതിൻ്റെ വിവിധ വശങ്ങൾ കാണാൻ കഴിയും. സ്ക്രോൾ വീൽ അമർത്തിപ്പിടിച്ച് നീക്കിയാൽ മോഡൽ മുഴുവനായി ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റി നോക്കാം. സാധാരണയായി ഉപയോഗിക്കുന്ന ചില ടൂളുകൾ നമുക്കിനി പരിചയപ്പെടാം. ഇതാണ് മൂവ് ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മോഡൽ പ്രിന്റ് പ്ലേറ്റിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നീക്കാൻ കഴിയും. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥാനവിലകൾ നേരിട്ട് നൽകാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്.
ഇതാണ് റൊട്ടേറ്റ് ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മോഡലിനെ ഏതെങ്കിലും ദിശയിൽ കറക്കാൻ കഴിയും. ഇതാണ് ഓട്ടോ ഓറിയന്റ് ടൂൾ. പ്രിന്റ് ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ആംഗിൾ കണ്ടെത്താൻ ഓട്ടോ ഓറിയന്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇത് മോഡൽ ഏറ്റവും മികച്ച രീതിയിൽ പ്ലേറ്റിൽ വയ്ക്കാൻ സഹായിക്കും. ഇവിടെ ഞാൻ ഡിഫോൾട്ടാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഓറിയന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇത് സപ്പോർട്ടുകളുടെ ആവശ്യകത കുറയ്ക്കുകയും സ്ഥിരത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ ഓട്ടോ ഓറിയന്റിൽ മറ്റ് 2 ഓപ്ഷനുകൾ കൂടിയുണ്ട്. സപ്പോർട്ട് വോളിയം കുറച്ചും പ്രിന്റ് ടൈം കുറച്ചും നമുക്ക് മോഡൽ പ്രിന്റ് ചെയ്യാൻ കഴിയും. ഇതാണ് ലേ ഓൺ ഫേസ്. പ്രിന്റ് പ്ലേറ്റിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന പ്രതലത്തിൽ ക്ലിക്ക് ചെയ്യുക. മോഡൽ അവിടെ കൃത്യമായി ഇരിക്കും. ആ പ്രതലം പ്രിന്റ് പ്ലേറ്റിൽ വരുന്ന രീതിയിൽ പ്രിന്റിംഗ് നടക്കും. ഇനി അറേഞ്ച് ടൂൾ എന്താണെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ഒന്നിലധികം മോഡലുകൾ ഉണ്ടെങ്കിൽ അറേഞ്ച് ക്ലിക്ക് ചെയ്യുക. മോഡലുകൾ പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ സ്ലൈസർ അവയെ പ്ലേറ്റിൽ തുല്യമായി ക്രമീകരിക്കും. മോഡൽ സെലക്ട് ചെയ്ത് അറേഞ്ചിൽ ക്ലിക്ക് ചെയ്യുക. ഇനി സ്കെയിൽ ടൂൾ എന്താണെന്ന് പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് മോഡലിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാ ദിശകളിലും ഒരുപോലെ വലുതാക്കാൻ യൂണിഫോം സ്കെയിലിംഗ് എന്ന ഓപ്ഷൻ ചെക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് മോഡൽ സ്കെയിൽ ചെയ്യാൻ ആവശ്യമായ വിലകൾ നേരിട്ടും നൽകാം. അതല്ല എങ്കിൽ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും നിങ്ങൾക്ക് മോഡലിന്റെ സൈസിൽ വ്യത്യാസം വരുത്താം. മുകളിൽ കാണുന്ന ഹോം ഐക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വ്യൂ റീസെറ്റ് ചെയ്യാൻ കഴിയും.